ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മൊഡാൽ സിൽക്കിന്റെ ഒരു ടോപ്പ് ആട്ടോ കൊണ്ടുവന്നേക്കണേ. കൂടെ ഒരു ലൂസ് ഫിറ്റ് ഒക്കെ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. കുറച്ച് മൊഡാൽ ആകുന്നത് തന്നെ ബോഡി ഹഗ്ഗിങ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒട്ടിയ ആ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതുപോലെ കഫ്താൻ ആകുമ്പോൾ ചിലപ്പോൾ കഫ്താൻ ഇടാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വരില്ല. അതിന് ആ സൈഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് ഒരു ചിറക് ആ ഒരു ഫീൽ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇതിപ്പോ ഒരു ലൂസ് ഫിറ്റിൽ ഒരു കഫ്താന്റെ ലുക്കും ഉണ്ട്. കുറച്ചും കൂടെ ഈ സ്ലീവ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ലൂസ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിപ്പോ ഞാൻ ഒരുപാട് ലെങ്ത് ആവുമ്പോഴും നമുക്ക് അത്ര വൃത്തികേടായിരിക്കും. രണ്ട് സൈഡൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇതിപ്പോ ഒരു ടോപ്പിന്റെ ലുക്കും ഉണ്ട്, എന്നാൽ ഭയങ്കര ലൂസായിട്ട് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബോട്ടംസ് ഏതെങ്കിലും ഒരു ബ്ലാക്കോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളത് വേറെ ചെയ്താൽ മതി. അപ്പൊ ഞാനിപ്പോ ഈ ചെയ്തേക്കുന്നത് മെറൂണിലോട്ടാണ്. എന്നിട്ട് അതിന്റെ ഭംഗിയായിട്ട് ഇതിനകത്ത് സ്ലീവിന്റെ എൻഡിലോട്ട് കൊടുത്തേക്കുന്നതും ഈ ഒരു മൊഡാലിന്റെ തന്നെ ഒരു ബോർഡർ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നമ്മള്. അപ്പോൾ ഈ ബോർഡർ വേണമെങ്കിൽ ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള മൊഡാൽ കൊടുക്കാന്ന് വിചാരിച്ചേക്കണം. സെയിം തന്നെയല്ല, ഇതിനകത്ത് പ്രിന്റ് കുറച്ച് ഒരു ഡിസ്റ്റൻസിലാണ് വരുന്നത്. അപ്പൊ അതൊരു ലുക്കാണ്. അതുപോലെ തന്നെ ആ പീസും നമ്മൾ കോളറിലോട്ട് ഒരു ഷർട്ട് കോളർ വെച്ചിട്ട് ഇവിടെ ഒരു ഫോൾഡിങ് വന്ന് ആ ഒരു ഡിസൈൻ ഫാബ്രിക് നമുക്ക് കാണുന്ന പോലെ അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് സെൻട്രൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. വേണം ടിപ്പി സമ്മറിലൊക്കെ ഇതുപോലെ മൊഡാൽ സിൽക്കും കഫ്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഒരു മടിയാണ് ചിലർക്ക് ഇടാൻ. അപ്പൊ അതുപോലെ ഒരു മടിയില്ലാണ്ട് ഇതുപോലെ നല്ല ഫ്രീ ആയിട്ട് കൊണ്ടുനടക്കാം. ഇതുപോലെ സ്ലീവ് ഒക്കെ നല്ല ലൂസായിട്ട്. ഇനി ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ടൈറ്റ് ഫിറ്റ് ആയിട്ട് ഒരു ടോപ്പായിട്ടും വെയർ ചെയ്യാം. ഇതേപോലെ ലുക്കില് ടൈറ്റ് ഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. കാരണം എന്താ, ഇതിപ്പോ ഞാനിപ്പോ ഒരു ഷേപ്പിൽ ഇതേപോലെ പിടിക്കുമ്പോൾ കണ്ടോ, ഷേപ്പ് പിടിക്കുമ്പോൾ നമ്മൾ കുർത്തിയുടെ ലുക്ക് തന്നെയാണ് വരുന്നത്. ഇതുപോലെ ഒരു കുർത്തി നോർമൽ ഒരു കുർത്തിയുടെ ലുക്കിലൊക്കെ തന്നെ വരുന്നുണ്ട്. എന്നിട്ട് ബോർഡറൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കുറച്ചും കൂടെ സ്ലീവ് വേണമെങ്കിൽ ഇത്രയും കൂടെ ലൂസായിട്ട് ആകെ ഒരു കയറ്റി വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അടിപൊളിയാണ്, എല്ലാവരും ട്രൈ നോക്കുക. പിന്നെ ഞാനിപ്പോൾ വേറെ ഇതേക്കുന്ന ഒരു ഡിസൈൻ ഇതുപോലെ ചെറിയൊരു ലീഫിന്റെ ഒരു ഡിസൈൻ ആണ്. ക്ലോസ് ആയിട്ട് കാണിച്ചാലും ഇതുപോലെ ഉണ്ടാവും. അതിന്റെ ലുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നല്ല സുഖം. ഇപ്പൊ സമ്മറിൽ ഈ ടൈറ്റ് ഫിറ്റും വിത്ത് ലൈനിങ്ങും വേറെ ഫാബ്രിക്സ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഭയങ്കര സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫാബ്രിക് ആണ്. അപ്പം ഇതിന്റെ 1-2 പ്രിന്റ് മൊഡാലിന്റെ ഞാൻ കാണിച്ചു തരാം. കിട്ടാറുള്ളൂ. അപ്പൊ ഇത് നല്ല മെറൂണിലേക്കാണ് വന്നേക്കുന്നത്. അടിപൊളി മെറൂണിലേക്കാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പ്രിന്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു സെയിം കോമ്പിനേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫസ്റ്റ് പ്രിന്റ് സെയിം ബ്ലാക്ക് ബോർഡർ അല്ലെങ്കിൽ പ്രിന്റ് ഉള്ള ബ്ലാക്ക് ബോർഡർ വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതിപ്പോ കുറച്ചും കൂടെ വലിയൊരു മോട്ടീഫാണ് വന്നേക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെ വരും കേട്ടോ. ഇത് കണ്ടോ. അപ്പം ഫസ്റ്റ് ഞാനിപ്പോ വേറെ ഇതേക്കുന്നതും സെക്കൻഡ് വൺ ഈ ഒരു പ്രിന്റും ആണ് വരുന്നത്. ഇതുണ്ടോ, നല്ല അടിപൊളി ഈ ഒരു ഫാബ്രിക്. ഓക്കെ, ഇതുപോലെ പ്യോർ മൊഡാല് നല്ല അടിപൊളി മെറൂണായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാബ്രിക് ആണ്. ഇത് കണ്ടോ, അടുത്തത് ഈ ഒരു പ്രിന്റ് ഭയങ്കര റെയർ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ ഈ മോട്ടീഫ് വരുന്നത് ഇത് കണ്ടോ. ഇതുപോലെ ഇതാണ് അടുത്തത് വരുന്നത്. ഇതുപോലെ ചെറിയ ഒരു ചക്ര ഡിസൈൻ പോലെ ഉണ്ട്. ഇതുപോലത്തെ ഒരു മോട്ടീഫാണ് വരുന്നത് കണ്ടോ. സെക്കൻഡ് വൺ. അപ്പൊ ഞാൻ ഈ വേറെ ഇതേക്കുന്ന പാറ്റേണിലോട്ട് വേണമെങ്കിൽ ചെയ്യാം. അതല്ല, ഞാൻ ഇതിന്റെ ഒരു കഫ്താൻ വേറെ ചെയ്തായിരുന്നു, അതും വേണമെങ്കിൽ കാണിച്ചു തരാം. പക്ഷെ ഭയങ്കര ഭംഗിയായിട്ടോ. ഒരു ചെറിയൊരു പശുക്കുട്ടിയുടെ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ കണ്ടോ, ഇതേ നല്ല അടിപൊളിയായിട്ട്. ഇത് ഭയങ്കര റെയർ ഷെയ്ഡായിട്ട്. ഞാനും ഇതിന്റെ പ്രിന്റ് ഇപ്പോഴാണ് ഓപ്പൺ ആക്കി കാണുന്നത്. ഇതുപോലെ ഉണ്ട് ഈ ഒരു ഷെയ്ഡ്. അപ്പൊ മെറൂണില് ഇത്രയും ഈ ഒരു കഫ്താന്റെ ലുക്കിലേക്കോ, അതല്ല നിങ്ങൾക്ക് സെയിം ഇതൊരു ടോപ്പിന്റെ ലുക്കിലേക്കോ, അപ്പൊ അതൊരു എയർലൈൻ ടോപ്പായിട്ട് ചെയ്യേണ്ടി വരും. സ്ലിറ്റ് ടോപ്പായിട്ട് വേണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. ഈ ഒരു ലുക്കായിരിക്കും ഇതിന് വരുന്ന. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. ഇതുപോലെ കണ്ടോ, ഈ ഒരു ലുക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും ഒരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9495402891. അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.